ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. പെരുന്നാളൊക്കെ കഴിഞ്ഞു വീട്ടിൽ പോയപ്പോഴുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഇതാണ് അവിടുത്തെ പെരുന്നാൾ സൽക്കാരം. ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ പൊരിച്ചെടുത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. കോഴിക്കോട് സ്റ്റൈലാണ് ചിക്കൻ. ഞങ്ങളെല്ലാവരും കൂടി കഥ പറഞ്ഞുകൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരം പോകുന്നത് അറിഞ്ഞതേ ഇല്ല. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചോറെല്ലാം ഇപ്പോൾ വരുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഒത്തുകൂടി ഒരു പെരുന്നാൾ സൽക്കാരമാണ് ഇത്. കുറച്ച് പേർ രാത്രിയാണ് വരുന്നത്, കുറച്ചാളുകൾ ഉച്ചയ്ക്കുമുണ്ട്. നെയ്ച്ചോറൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ചോറൊക്കെ ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരടുപ്പത്ത് ചിക്കൻ ഫ്രൈ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഒക്കെ സെറ്റാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചോറും ചിക്കനും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഉമ്മച്ചി പിന്നെ അവിടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. കഥ പറഞ്ഞ് ഉണ്ടാക്കുന്നതിനിടയിൽ തക്കാളി ഇടാൻ മറന്നുപോയി മസാലയിലോട്ട്. പിന്നെ തക്കാളിയൊക്കെ പിന്നെ ബിരിയാണിയുടെ മണം മൂക്കിലെ കടിച്ചപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടൻ ബബുലു എണീച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം ദം ചെയ്തെടുക്കുകയാണ് ബിരിയാണി. ചെറിയ പാത്രമായതുകൊണ്ട് 2 പാത്രത്തിലാക്കിയിട്ടാണ് ദം ചെയ്യുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഈ ലഞ്ച് ഒരുക്കുന്നത്. പെരുന്നാൾ സൽക്കാരം കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് രാത്രിയാണ് പിന്നെ എത്തുക. അങ്ങനെ എല്ലാം ദം ചെയ്തെടുത്തു. ഇനിയെല്ലാം ചെമ്പൊക്കെ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുകയാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തെടുക്കണം. നിങ്ങളെ കമൻസ് അറിയിക്കുക. കോഴിക്കോട് സ്റ്റൈൽ ദം ബിരിയാണിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബിരിയാണി എല്ലാം സെറ്റ് ചെയ്തു മിക്സ് ചെയ്യുകയാണ്. പിന്നെ ബിരിയാണിക്ക് സൈഡ് ഐറ്റംസ് ആയിട്ടുള്ളത് തൈരും അച്ചാറുമാണ്, വേറെ ഒന്നുമില്ല. അങ്ങനെ ബിരിയാണിയൊക്കെ വിളമ്പാനായി. ബിരിയാണിയൊക്കെ സെറ്റാക്കി വെച്ചു. ഈ പ്ലേറ്റിലൊക്കെ വിളമ്പി എല്ലാവരെയും കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കുട്ടികളൊക്കെ കളിക്കുകയാണ്. ഉമ്മച്ചി പിന്നെ പ്ലേറ്റൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. അങ്ങനെ പെരുന്നാൾ സൽക്കാരം കൂടിയ സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും കഴിക്കാനിരുന്നു. ഫുഡൊക്കെ കഴിക്കുകയാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, റാഹത്തായി. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. ഓക്കെ.